വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്ന മേൽക്കൈ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായ കാലത്ത് തന്നെ നഷ്ടമായി തുടങ്ങിയതാണ്. എങ്കിലും അതൊക്കെ നിയമപ്രശ്നമാക്കി സംസ്ഥാന സർക്കാർ കോടതിയിൽ എത്തിച്ചിരുന്നു. അതിന് അവസരവും ഉണ്ടായിരുന്നു. കാരണം 2018 UGC നിയമപ്രകാരം VC നിയമനത്തിന് 3 അംഗ സെർച്ച് കമ്മിറ്റി വേണം. അതിൽ UGCയുടെ ഒരു പ്രതിനിധി ഉണ്ടാകണമെന്നേ ഉള്ളൂ. നിലവിലെ UGC നിയമത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ആരെന്ന് പറയുന്നില്ല. എന്നാൽ UGCയുടെ പുതിയ കരട് നിയമപരിഷ്കാരത്തോടെ ഗവർണറുടെ അധികാരം ഉറപ്പിക്കുകയാണ്. VC നിയമനം ചാൻസലറായ ഗവർണറും കേന്ദ്ര സർക്കാരും വിചാരിക്കും പോലെ ഇനി നടക്കും. 3 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ചാൻസലർ തന്നെ. കേരള സർക്കാർ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗവർണർ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി കോളിളക്കളും ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് കമ്മിറ്റിയിൽ ഗവർണറുടെ ഒരാൾ, UGCയുടെ ഒരു പ്രതിനിധി, ഇവർ രണ്ടുപേരും കേന്ദ്രത്തിന് താല്പര്യമുള്ള VCയെ കണ്ടെത്തുമെന്ന് ഉറപ്പാണ്. കമ്മിറ്റിയിലെ മറ്റൊരാളെ നിർദ്ദേശിക്കേണ്ടത് സർവകലാശാല സിൻഡിക്കേറ്റാണ്. ഒരംഗത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നയാൾ VC ആകില്ല. അതായത് നിയമ ഭേദഗതി വന്നാൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഇനി കേന്ദ്രത്തിന്റെ താല്പര്യം നടക്കും. VCയായി അക്കാദമിക രംഗത്തുള്ളവർ നിർബന്ധമല്ലെന്ന പുതിയ UGC ഭേദഗതി വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു. അധ്യാപക പരിചയമുള്ള, ഗവേഷക പരിചയമുള്ള ശാസ്ത്രജ്ഞന്മാരോ പ്രൊഫസർമാരോ ആണ് വൈസ് ചാൻസലറായി വരേണ്ടത്. അതിനു പകരം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ഇൻഡസ്ട്രീസിലുള്ള എക്സിക്യൂട്ടീവുകൾ വരുന്നത് ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഗുണം ചെയ്യില്ല. VC നിയമനത്തിൽ ചാൻസലറുടെ അധികാരം കുറച്ച് സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കിട്ടാനാണ് നിയമസഭയിൽ സർവകലാശാല നിയമം ഭേദഗതി ചെയ്തത്. സെർച്ച് കമ്മിറ്റിയിൽ കേന്ദ്ര താൽപര്യം സംരക്ഷിക്കുന്ന 2 പേർക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ താൽപര്യം നടപ്പാക്കാൻ 3 പേരുണ്ടാകും. പക്ഷേ ആ നിയമം രാഷ്ട്രപതി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമിച്ച സാങ്കേതിക സർവകലാശാല VCയെ സുപ്രീം കോടതി അയോഗ്യയാക്കിയ അനുഭവം സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുണ്ട്. അതായത് UGC നിയമത്തിന് സാധുത കൂടുതലാണ്. ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളായിരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നതെങ്കിൽ ഇനി കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് സർവകലാശാലകൾ വേദിയാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.